ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കേരള പി സി ടോക്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ PSC തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ നേരാവണ്ണം ചെയ്തിട്ട് കുറച്ച് ഹെൽത്ത് ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിലെല്ലാവർക്കും പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ എന്തായാലും ടൈം ടേബിൾ ഇടല് ഞാൻ നിർത്തിയിട്ടില്ല, ഡെയിലി ഞാൻ ഇടുന്നുണ്ട്. ആരും വീഡിയോ കാണാത്തവരാരും എന്താ പറയുക ടൈം ടേബിൾ ഇട്ടിട്ടില്ല കൊണ്ട് നോക്കാതിരിക്കരുത്. നമ്മുടെ ചാനലിലെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഡെയിലി അപ്ഡേറ്റ് ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാവരും നോക്കിയിട്ട് പഠിക്കാൻ നോക്കുക. ഓക്കെ, ഒരു ദിവസം പോലും ഞാൻ ഒഴിവാക്കിയിട്ടില്ല ടൈം ടേബിൾ, എല്ലാ ദിവസവും ഞാൻ ഇടുന്നുണ്ട്. അത് ഫോളോ ചെയ്യണവർ അത് തന്നെ ഫോളോ ചെയ്ത് പോവുക കേട്ടോ. നന്നായി പഠിക്കാൻ നോക്കുക. അപ്പോൾ PSC നമ്മുടെ തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് അവരെങ്ങനെ തയ്യാറെടുക്കണം, എവിടെ നിന്നാണ് പഠിച്ചു തുടങ്ങേണ്ടത്, എങ്ങനെയാണ് പുതിയ പരിഷ്കാരങ്ങളുമായി യോജിച്ച് പോവേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാനാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, ഇപ്പോൾ ഏതൊരു PSC ഉദ്യോഗാർത്ഥിയാണെച്ചാലും ഇനിയിപ്പോൾ തുടക്കക്കാരെന്നല്ല, ഒരു വർഷം 1.5 വർഷം ആയവരാണെച്ചാലും നമ്മുടെ 2017 എനിക്ക് തോന്നുന്നു 2017 അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് നമ്മുടെ SCRT ചാപ്റ്റേഴ്സ് ഇൻക്ലൂഡ് ആക്കിയത്. എൻ്റെ ഓർമ്മയിൽ അതാണ്. ആ സമയം തൊട്ടിട്ട് നമ്മുടെ PSCയുടെ പരിഷ്കാരങ്ങൾ മാറി വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോഴും എന്താ പറയുക, അവിടെയല്ല ഇവിടെയല്ലാതെ നടുവിൽ മാത്രം നിൽക്കണ കുറേ പേരുണ്ട്. ഇപ്പോൾ PSC പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയോട് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോൾ നോക്കിയാലും പറയുന്ന ഒരു കാര്യമാണ്, എല്ലാവരുടെ കാര്യമല്ല, എനിക്ക് ഇംഗ്ലീഷും മാത്സും ടഫായിട്ടുള്ള സബ്ജക്റ്റാണെന്ന്. ഓക്കെ, അത് തുടക്കം വരണ മുതലേ അപ്പോൾ ചോദിച്ചാലും പറയും, ഇപ്പോൾ ചോദിച്ചാലും പറയുന്നൊരു കാര്യമാണ്, ഇംഗ്ലീഷും മാത്സും ടഫുള്ളൊരു സബ്ജക്റ്റാണെന്ന്. ഓക്കെ, എല്ലാവർക്കും ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് ഉണ്ടാവും, എളുപ്പമായിട്ടുള്ള സബ്ജക്റ്റും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മളതിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യണം, അതുപോലെ ഇരിക്കും നമ്മുടെ ഈസിയും ടഫും ഒക്കെ. ഇപ്പോൾ മെയിനായിട്ടുള്ള കാര്യമാണ്, ഫസ്റ്റ് നമ്മൾ ഏത് എക്സാമിനാണോ ഫോക്കസ് ചെയ്യണത് അതിൻ്റെ സിലബസ്, എന്തായാലും എല്ലാ എക്സാമിനും സിലബസ് ഉണ്ട്, അതിൻ്റെ സിലബസ് ഇതുപോലെ പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പ്രിൻ്റ് ഔട്ട് എടുത്ത് എവിടെയെങ്കിലും ഒട്ടിച്ച് വെക്കുക, അല്ലെങ്കിൽ കയ്യിൽ നിങ്ങൾ പിൻ ചെയ്ത് വെച്ചാലും മതി. ഓക്കെ, എല്ലാ എക്സാംസിനും ഇതുപോലത്തെ ഒരു സിലബസ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് വേണം നമ്മൾ പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഓരോന്നിനും ഓരോ മാർക്ക് വീതമാണുള്ളത്. ഇത് ASMൻ്റെ സിലബസാണ്, ഞാൻ ഇപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്, അതുകൊണ്ട് അതിൻ്റെ സിലബസാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ചരിത്രത്തിന് 5 മാർക്ക്, ഭൂമിശാസ്ത്രം 5 മാർക്ക്, അങ്ങനെ കുറേ മാർക്കുകൾ ഇതിൻ്റെ തരം തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ബയോളജിക്ക് 6 മാർക്കാണ് പ്രാവശ്യം. അതുപോലെ തന്നെ നമ്മുടെ കറണ്ട് അഫേഴ്സ് 20 മാർക്കിനാണ്, മാത്സ് 10, ഇംഗ്ലീഷ് 10, മലയാളം 10, അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിലബസ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കേണ്ട കാര്യമാണ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ നമ്മുടെ PSCൻ്റെ ഒരു ട്രെൻഡ് നിങ്ങൾ എന്തായാലും മനസ്സിലാക്കുക. അതിന് വേണ്ടിയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടല്ലോ, എവിടെന്നെങ്കിലും ആരുടെത്തെങ്കിലും ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ തൊഴിൽ വാർത്തയിൽ വരുന്ന കറണ്ട് അഫേഴ്സ് അല്ല, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ PSCയുടെ ട്രെൻഡ് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. PSC ചോദിക്കുന്ന ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, അതിൻ്റെ ഒരു ലെവല് ചോദ്യകർത്താവ് എങ്ങനെയാണോ നമ്മളെ അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ തന്നെ നമ്മൾ അത്രയും പഠിക്കണ കുട്ടിയാണെങ്കിൽ തന്നെ നമുക്ക് തെറ്റാവുന്ന കുറേ ക്വസ്റ്റ്യൻസ് അവരിട്ട് തരും. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യനിൽ ഇപ്പോൾ എന്താ പറയുക, വിചാരണ പറയാണ്, അത് ശരിയായിട്ടുള്ളത് രഹസ്യ വിചാരണയാണ്. ഓക്കെ, അതിൽ പരസ്യ വിചാരണ കൊടുത്ത് വിചാരിക്കാം, നമ്മൾ നേരെ പോയിട്ട് നമുക്ക് രഹസ്യം പരസ്യം ഒക്കെ ഒരേ ബാധിൽ വന്നിട്ട് നമ്മളത് ബബിൾ ചെയ്ത് വെക്കും. ഓക്കെ, അങ്ങനെ ആ ഒരു നമ്മളെ വീഴ്ത്താനുള്ള, ഇപ്പോൾ വേറൊരു ഉദാഹരണം പറയാണ്, നിശ്ചിത കാലം, അതിന് വേണ്ടിയിട്ട് അവർ അനിശ്ചിത കാലം എന്ന് വരും. അങ്ങനെയൊക്കെ തരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതാണ് ഉത്തരം എന്ന് പറഞ്ഞിട്ട് നമ്മളത് ബബിൾ ചെയ്യും. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് PSCയുടെ ട്രെൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഇതുപോലെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് PSCയുടെ ട്രെൻഡ് ആദ്യം മനസ്സിലാക്കി വയ്ക്കാം. നിങ്ങളുടെ ആരുടെയെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ അവരുടെ അടുത്തോ, അല്ലെങ്കിൽ കിട്ടാവുന്ന എവിടെ നിന്നാണോ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നമുക്ക് കിട്ടാവുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അപ്പോൾ അതിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ മെയിനായിട്ട് നമ്മുടെ SCRT ചാപ്റ്റേഴ്സ്, NCERT ചാപ്റ്റേഴ്സ്, ഇത് മെയിനായിട്ട് നോക്കണം. അതിൽ SCRT ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും ഇല്ല SCRT ചാപ്റ്റേഴ്സ്. എന്നാൽ സിലബസിലുള്ള SCRT മാത്രം പഠിച്ചാൽ മതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോരാ. അതായത് നമ്മുടെ സിലബസിൻ്റെ ഏറ്റവും താഴെ ഇതിലുണ്ടോയെന്ന് അറിയില്ല, നോക്കട്ടെ, ഏറ്റവും താഴെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പുറമേന്ന്, സിലബസിൻ്റെ പുറമേന്ന് ഏത് ക്വസ്റ്റ്യൻ മനസ്സിലായാലും ചോദിക്കാം, അവർ ചോദിക്കും.
ഉറപ്പാണ് ഔട്ട് ഓഫ് സിലബസിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു ക്വസ്റ്റ്യനെങ്കിലും വരാതിരിക്കില്ല. അതുകൊണ്ട് ഇതിൽ തന്ന SCERT മാത്രം പഠിച്ചാൽ മതി ചോദിച്ചാൽ പോരാ. അതിനപ്പുറത്തേക്ക് ഇപ്പം നമ്മുടെ ചോദ്യകർത്താവ് നമ്മുടെ SCERT ഇപ്പോൾ ബയോളജിയിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് എടുക്കുകയാണ്, അതിന് ക്വസ്റ്റ്യൻ ലാസ്റ്റ് പേജിൽ ഇപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കണം, ഇതിൻ്റെ ബാക്കി അപ്പുറത്താണ്. അപ്പോൾ ആ വായിക്കുന്ന സമയത്ത് താഴെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു, അത് ഔട്ട് ഓഫ് സിലബസ് ആണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ഇടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഔട്ട് ഓഫ് സിലബസും പഠിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, എല്ലാവരും അങ്ങനെയാണ് പറയുക. ഓക്കെ, അപ്പോൾ സിലബസിൻ്റെ അനുസരിച്ച് SCERT അത് മാത്രം പഠിച്ചാൽ പോരാ, അതിന് പുറമേ നിന്ന് പഠിക്കണം. അതുപോലെ തന്നെ NCERT 5 തൊട്ട് 10 വരെയുള്ളതും പിന്നെ +1 +2. ഓക്കെ, അപ്പോൾ ഇതാണ് SCERT NCERT ചാപ്റ്റേഴ്സ്. സോഷ്യൽ ഉണ്ട്, സയൻസ് ഉണ്ട്, മലയാളം ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ നമ്മൾ അത് പഠിക്കുക. പിന്നെ റാങ്ക് ഫയൽ വാങ്ങേണ്ട കാര്യം, എല്ലാവരുടെ കയ്യിലും ചിലപ്പോൾ ഇതുപോലെ കട്ടിയുള്ള റാങ്ക് ഫയൽസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇത്ര വലിയ ബുക്ക് കണ്ടു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റൂ എന്ന് ആലോചിച്ചിട്ട് കുറേ പേര് പഠിക്കാണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റുകയാണെങ്കിൽ ഇതൊരു 200 പേജോ 100 പേജോ ഒക്കെ ആക്കി ഇത്ര കട്ടിയൊക്കെ ആക്കി കഴിഞ്ഞാൽ കുറഞ്ഞ ബുക്കാണെങ്കിൽ, അതായത് പേജ് കുറവുള്ള ബുക്കാണെങ്കിൽ ഇത് ഇത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ അത് പഠിക്കാൻ നോക്കും. ഓക്കെ, അപ്പോൾ ഒരു 2000 പേജുള്ള റാങ്ക് ഫയൽ വാങ്ങണേക്കാട്ടിലും വാങ്ങിയിട്ട് അതൊരു 200 പേജോ 150 പേജോ ആക്കി ബൈൻഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ, എൻ്റെ അടുത്ത് ഇപ്പോൾ ഇതിന് 3 റാങ്ക് ഫയൽ ഉണ്ടായിരുന്നു, അതിന് ഞാൻ 5 റാങ്ക് ഫയലാക്കി. ഓക്കെ, അപ്പോൾ പഠിക്കാൻ വേണ്ടി എളുപ്പത്തിന് അങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി നമുക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. കുറവാണ് പഠിക്കാനുള്ളതെന്ന് നമുക്ക് തോന്നും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടാവണം. ഇപ്പോൾ നമ്മൾ PSCക്ക് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് ഒരു 2 വർഷം 3 വർഷം PSCയിൽ ഇരുന്ന ഒരാളടുത്ത് പോയി ചോദിക്കുകയാണ്, ഞാൻ ഇനിയിപ്പോൾ PSC പഠിച്ചാൽ എനിക്ക് എന്തെങ്കിലും കിട്ടുമോ, എന്നെക്കൊണ്ട് പറ്റുമോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ആ ആളെന്താ പറയുക, ഞാൻ 2-3 വർഷമായി, ഇനിയിപ്പോൾ നീ ഇറങ്ങിക്കഴിഞ്ഞാൽ എത്ര വർഷമാവും, മാക്സിമം പോയിക്കഴിഞ്ഞാൽ 3.5 വർഷം 4 വർഷമാവും. അത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ നെഗറ്റീവ് അടിച്ചിട്ട് പഠിക്കില്ല. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിറങ്ങിത്തിരിക്കുന്ന സമയത്ത് ഒരു PSC പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥിയോട് ഇതിനെക്കുറിച്ച് യാതൊരു വിധം ഒന്നും ചോദിക്കരുത്. അതായത് എന്നെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ച്. ഓക്കെ, ഇപ്പോൾ ഞാനാണ് ചോദിക്കുന്നത് വെച്ചാൽ ഞാൻ എന്നെക്കുറിച്ച് ആ ആളോട് ചോദിക്കരുത്. നിങ്ങൾക്ക് നിങ്ങളിലൊരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ എന്താണോ എയിം ചെയ്യണത്, നമ്മൾ എന്തായാലും ഒരു ജോലിക്ക് വേണ്ടി എയിം ചെയ്യുമല്ലോ. ഇപ്പോൾ നമ്മുടെ കുഞ്ഞിലെ തൊട്ടിട്ട് ഒരു 18 വയസ്സ് തൊട്ടിട്ട് 23 വയസ്സ് വരെയുള്ള ആൾക്കാരൊക്കെ ചിന്തിക്കും, ഞാൻ അങ്ങനെയാവും, ആ ഒരു ജോലിക്ക് കയറും, അല്ലെങ്കിൽ ഈ ഒരു ജോലിക്ക് കയറും. നമ്മുടെ വിക്രമാദിത്യൻ സിനിമയിൽ ലാസ്റ്റ് ദുൽഖർ സൽമാൻ ആ ഒരു എന്താ പറയുക IPS ഒക്കെ വാങ്ങിയിട്ട് വരില്ലേ, അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഞാനും ഇങ്ങനെ നാട്ടിൽ വലിയൊരാളാവും എന്നുള്ള ആ ഒരു വിശ്വാസം ഉണ്ടായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് വേറൊരാളുമായിട്ട് നമ്മുടെ ലെവൽ കമ്പയർ ചെയ്യരുത്. ഓക്കെ, ഇറങ്ങി തിരിച്ചതാണെച്ചാലും നമ്മൾ ആരടുത്തും ഞാൻ ഇത്ര പഠിച്ചു ഇത്ര പഠിക്കേണ്ട ഡെയിലി അങ്ങനെയൊന്നും പറയാതിരിക്കുക. ഓക്കെ, നമ്മൾ പഠിക്കണത് നമ്മളിൽ തന്നെ ഒതുക്കാൻ നോക്കുക. കാരണം പുറമേ നിന്ന് പോകുന്ന സമയത്ത് നെഗറ്റീവ് വരാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം എല്ലാവരും ചോദിക്കും ഇത്ര ആയില്ലേ, അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ തുടങ്ങിയ സമയത്ത് ആയിരത്തേലും പറയാൻ അവർ വർഷങ്ങൾ വരെ കണക്ക് കൂട്ടിയിട്ടിരിക്കും, നീ ഇത്ര ഇയർ പഠിക്കാൻ തുടങ്ങിയില്ലേ, ഒന്നും ആയില്ലേ. ഓക്കെ, പെൺകുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ കല്യാണം ആവാനായി, ഇനിയിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ, കല്യാണം കഴിക്കാം അങ്ങനെയൊക്കെ പറയും. ആൺകുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ച് അവർ 22-23 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ഫുള്ള് ജോലീൻ്റെ കാര്യം പറഞ്ഞിട്ടിരിക്കുകയായിരിക്കും. അപ്പം നിങ്ങൾ പഠിക്കണ കാര്യം പേഴ്സണലാക്കി വെച്ചിട്ട് ആ ഒരു ജോലി കിട്ടുന്ന സമയത്ത് മാത്രം നിങ്ങൾ പുറത്ത് പറയാം. നെഗറ്റീവ് വരാൻ ചാൻസ് ഉണ്ട്, കിട്ടില്ല എന്ന് പറയാൻ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അതൊന്നും കേൾക്കാണ്ട് നിങ്ങൾ ഇരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കുറേ ഏരിയാസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഉണ്ടാവും, ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ഉണ്ടാവും. ഇഷ്ടമുള്ള സബ്ജക്റ്റ് നമ്മൾ ഏതൊരു PSC ഉദ്യോഗാർത്ഥി ആണെച്ചാലും ആദ്യം ഇഷ്ടമുള്ള സബ്ജക്റ്റാണ് പഠിക്കുക. ഇപ്പം ഞാനാണെങ്കിൽ തന്നെ എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഭരണഘടനയാണ്. ഞാൻ ആദ്യം തന്നെ പോയിട്ട് ഭരണഘടന ഫുള്ള് പച്ചവെള്ളമാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്കെന്താണ് എക്സാമിന് പോകുമ്പോൾ ഈ പച്ചവെള്ളമാക്കിയ ഭരണഘടനയിൽ നിന്ന് എല്ലാ മാർക്കും കിട്ടും, പക്ഷേ ബാക്കിയുള്ളതിന് മാർക്ക് കിട്ടില്ല, അവിടെ 0 ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ SCERT തന്നെ 50% താഴെയാണ് നമുക്ക് SCERT മാത്രം പഠിച്ചതിന് കിട്ടാൻ പോണത്. SCERT മാത്രം പഠിച്ചാൽ മതിയോ ചോദിച്ചു കഴിഞ്ഞാൽ അത് മാത്രം പഠിച്ചാലും പോരാ. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ഏരിയാസും കൂടി നോക്കുമ്പോൾ നമുക്ക് അവിടെ 0 ആയിരിക്കും. നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് മാത്രം, ഇപ്പോൾ 1-2 സബ്ജക്റ്റ് ഉണ്ടാവുള്ളൂ, ആ സബ്ജക്റ്റ് മാത്രം പഠിക്കുമ്പോൾ ഇവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി അവിടെ 0 ആയിരിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ഇപ്പോൾ നമുക്ക് ജോഗ്രഫി ഹിസ്റ്ററിയൊക്കെയാണെങ്കിൽ വായിച്ച് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇംഗ്ലീഷ് മാത്സ് മലയാളം ഇല്ലേ, അതിന് വേണ്ടി ഡെയിലി ഒരു 20 മിനിറ്റ് മാറ്റി വെക്കാൻ പറ്റുവാണെങ്കിൽ
ആ ഒരു 20 മിനിറ്റ് ഇതിനു വേണ്ടി മാറ്റി വയ്ക്കാം. ഇപ്പോൾ സിലബസിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ എല്ലാം നമ്മുടെ ഇംഗ്ലീഷ്, മലയാളം, മാത്സൊക്കെ ഇത് ഇംഗ്ലീഷിൻ്റെയാണ്. ഇത് തന്നെയാണ് എല്ലാ സിലബസിലും വരാവുന്ന ഒരു 10-15 എന്തായാലും ഒരു 15ഉം 20-20ന് മേലെയുണ്ട് ടോപ്പിക്സ്. ഇത് തന്നെയാണ് എല്ലാ സിലബസിലും ഇംഗ്ലീഷിൽ വരുന്നത്. അതുപോലെ തന്നെ മലയാളത്തിലാണെച്ചാലും ഇത് മാത്സാണ്. മാത്സിലാണെച്ചാലും ഒരേ ടോപ്പിക്കാണ് എല്ലാവിടെയും വരുന്നത്. അതുപോലെ തന്നെ മലയാളത്തിലും. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ മലയാളത്തിലാണെച്ചാലും 10-13 പഠിക്കാനുണ്ട്, 13 ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ ഈ 13 ടോപ്പിക്സാണ് എല്ലാ മലയാളത്തിലും സിലബസിലും വരുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ഡെയിലി ഒരു 20 മിനിറ്റ് മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് ആ ഏരിയാസ് അതിൻ്റെ ഒരു ബേസ് അറിയാണ്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ നമുക്ക് ഡെയിലി പഠിക്കേണ്ട ഈ ഒരു ടോപ്പിക്ക്, ഈ 3 ടോപ്പിക്ക്, പിന്നെ കൂടെ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ആയിട്ട് കൊണ്ടുപോകാൻ ഞാൻ മുന്നത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഏരിയാസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസിന് നമുക്ക് മാർക്ക് കിട്ടാണ്ട് നമ്മുടെ റാങ്ക് താഴെയായി പോവും. അപ്പോൾ അവിടുന്ന് പഠിക്കാണ്ട് സിലബസിലുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് നല്ലോണം ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ മാർക്ക് കൂടുതലുള്ളത് ഇപ്പോൾ ജീവശാസ്ത്രം, പൊതുജനാരോഗ്യം, ബയോളജി നമുക്ക് 6 മാർക്കാണ്, ബാക്കിയുള്ളതൊക്കെ 5-5 മാർക്ക് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ബയോളജിക്ക് നമുക്ക് നല്ലോണം ഇമ്പോർട്ടൻസ് കൊടുക്കുക. ബാക്കിയുള്ളത് പഠിക്കേണ്ടെന്നല്ല പറയുന്നത്, 6 മാർക്ക് ഉണ്ടല്ലോ, അപ്പോൾ അത് ആദ്യം പഠിച്ച് ഒന്ന് ലെവലാക്കുക. പിന്നെ ഉള്ളത് കലാകായിക സാഹിത്യം 5 മാർക്കിനുണ്ട്. ഓക്കെ, പിന്നെ ആനുകാലിക വിഷയം 20 മാർക്കിനാണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സൊക്കെ നമ്മൾ എന്നും അപ്ഡേറ്റ് ആയിട്ട് കൊണ്ടുപോകേണ്ട സമയമാണത്. ഓക്കെ, പിന്നെ നിങ്ങൾക്കൊരു എയിം ഉണ്ടാവും. ആ എയിം വെച്ചിട്ട് തന്നെ നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവുക. പിന്നെ വേറൊരു കാര്യങ്ങളാണെങ്കിൽ ഇപ്പോൾ ഫോൺ യൂസ് ചെയ്യാൻ, എന്തെങ്കിലും ഫോൺ യൂസ് ചെയ്യുന്നവരാണ് വാട്സപ്പ്, ഇൻസ്റ്റാ, ഫേസ്ബുക്ക് ഇതൊക്കെ കളഞ്ഞിട്ട് വേണം ഈ ഒരു പരിപാടിക്ക് വേണ്ടി ഇരിക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും വിളിച്ചാൽ അതിന് പോവും, അപ്പുറത്തുള്ളവർ വിളിച്ചാൽ അങ്ങോട്ട് പോവും, സിനിമയ്ക്ക് വിളിച്ചാൽ അങ്ങോട്ട് പോവും. അതൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്കൊരു ജോലി വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളിതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇതിനു വേണ്ടി മാത്രം ഇരിക്കുകയാണെങ്കിൽ എന്തായാലും ഒരു വർഷം നിങ്ങൾക്ക് ഒരു ജോലി കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിലബസ് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കുക. അതിനുശേഷം പിന്നെ ഉള്ളത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ട്രെൻഡ്, ചോദ്യകർത്താവ് ഇടുന്ന ചോദ്യങ്ങളുടെ ട്രെൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് 2020 തൊട്ടിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. SCERT ചാപ്റ്റേഴ്സ് ഇൻക്ലൂഡ് ആക്കിയത് 2017 അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തൊട്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ട്രെൻഡും എങ്ങനെയാണ് ചോദ്യകർത്താവ് ചോദ്യം ഇടുന്നത്, നമ്മളെ PSCക്ക് എങ്ങനെയൊക്കെ വട്ടം തിരിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ PSC നമ്മളെ വട്ടം തിരിക്കും. ഓക്കെ, പിന്നെ വേറെ പറയാനുള്ളത് SCERT NCERT ചാപ്റ്റേഴ്സ് നോക്കണം പറയുന്ന സമയത്ത് അതിൽ മെയിനായിട്ട് കോളം, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഈ ബുള്ളറ്റ് പോയിൻറ്റ്സ് ഇല്ലേ, ഇമ്പോർട്ടൻസ് ആയിട്ട് പോയിൻറ്റ്സ് മാത്രമായിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ടാകും. അതിന് മെയിനായിട്ട് ഇമ്പോർട്ടൻസ് നന്നായി കൊടുക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ കോളത്തിൽ നിന്നായിരിക്കും നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, ഉൾപ്പെടാത്തത്, ഉൾപ്പെട്ടത്. ഇപ്പോൾ നീതി ആയോഗ് എടുത്തു കഴിഞ്ഞാൽ പണ്ടത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നീതി ആയോഗിൻ്റെ ആസ്ഥാനം, സെക്രട്ടറി ആര്, ചെയർമാൻ ആര്, അങ്ങനെയൊക്കെ ആണ് ചോദിക്കുകയുള്ളൂ. നീതി ആയോഗിൻ്റെ രൂപീകരണം എപ്പോഴായിരുന്നു അതൊക്കെ ചോദിക്കുക. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളിൽ പെടുന്നവ ഏത്, പെടാത്തവ ഏത്, നമ്മൾ അങ്ങനെ പഠിക്കേണ്ടി വരും. ഇപ്പോഴത്തെ നമ്മുടെ സിലബസ് അനുസരിച്ചിട്ടും PSCയുടെ ട്രെൻഡ് അനുസരിച്ചിട്ടും നമ്മൾ അങ്ങനെ പഠിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണം. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് PSCൻ്റെ ഒരു നെഗറ്റീവ് മാർക്ക് നമുക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് കോളം വെച്ചിട്ട് അതിലുള്ള പോയിൻറ്റ്സ് നമ്മൾ പഠിക്കണം. പിന്നെ ബുള്ളറ്റ് പോയിൻറ്റ്സ്. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പറിൽ ടേബിൾസൊക്കെ വർക്കൗട്ട് ചെയ്യുക. പ്രസ്താവന ചോദ്യങ്ങൾ ഏത് രീതിയിലൊക്കെ വരുമെന്ന് നമുക്ക് അപ്പം മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ SCERT ചാപ്റ്റേഴ്സിലൊക്കെ കറക്റ്റായിട്ട് അതേപോലെ ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊരു PSC ഉദ്യോഗാർത്ഥിയാണെന്ന് നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവും. ആ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ നന്നായി പ്രയത്നിക്കുക. അതുപോലെ തന്നെ സിലബസ് നോക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്യാം. മാക്സിമം നോക്കുക. മലയാളം, ഇംഗ്ലീഷ്, മാത്സിന് വേണ്ടി ഡെയിലി ഒരു 20 മിനിറ്റ് മാറ്റി വയ്ക്കുക, ഡെയിലി എന്നും. ഓക്കെ, പിന്നെ റിവിഷൻ കറക്റ്റായിട്ട് കൊണ്ടുപോവുക. ഡെയിലി പറ്റുന്നവരെ ഡെയിലി 3 ദിവസം കൂടുമ്പോഴാണെങ്കിൽ 3 ദിവസം, അല്ലാന്നുണ്ടെങ്കിൽ വീക്കിലി 1-2 ഡേ റിവിഷന് വേണ്ടി മാറ്റി വയ്ക്കുക. പിന്നെ മന്ത്ലി, പിന്നെ 2 മാസം കൂടുമ്പോൾ അങ്ങനെ വേണം റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ
പിന്നെ എവിടെന്നെങ്കിലും കിട്ടുന്ന കറണ്ട് അഫയേഴ്സ് PSC ബുള്ളറ്റിൻ വാങ്ങിക്കാൻ പറ്റുന്നവരാണെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിലത്തെ കറണ്ട് അഫയേഴ്സ് നന്നായി പഠിക്കാം. ചോദിക്കുന്നുണ്ട്, ചോദിച്ച് വരുന്നൊരു PSC ബുള്ളറ്റിൻ്റെ കറണ്ട് അഫയേഴ്സൊക്കെ നന്നായി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ PSC ബുള്ളറ്റിൻ വാങ്ങാൻ പറ്റുന്നവരാണെങ്കിൽ അതിന് സബ്സ്ക്രിപ്ഷനൊക്കെ എടുക്കുക, നന്നായി പഠിക്കുക, നോട്ട് എഴുതുക. നമ്മുടെ രീതിക്ക് അനുസരിച്ചിട്ട് വേറെ ഒരാളെ നോട്ട് പകർത്തി എഴുതുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ തന്നെ ഒരു നോട്ട് ഉണ്ടാക്കി വയ്ക്കുക. സ്റ്റിക്കി നോട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് എവിടെയെങ്കിലും ഇതേപോലെ ഒട്ടിക്കുക. നമുക്ക് അറിയാത്ത കുറച്ച് അതായത് അറിയാത്ത ടോപ്പിക്സും നമുക്ക് കണ്ടാൽ അറിയാം, നമുക്ക് വായിച്ചാൽ കിട്ടും എന്നുള്ളത് വേറൊരു ബോക്സിൽ, എന്നിട്ട് നമുക്ക് ഒട്ടും അറിയില്ല എന്നുണ്ടെങ്കിൽ അത് വേറൊരു ബോക്സിലാക്കി വയ്ക്കുക. എന്നിട്ട് നമുക്ക് കണ്ടാൽ അറിയുന്ന ആ ടോപ്പിക് ഉണ്ടല്ലോ, അത് നമുക്ക് ഫുള്ളായി അറിയുന്ന ടോപ്പിക്കിലേക്ക് എത്തണം. അങ്ങനെ ഒരു ലെവലിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയി, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല. ഒരു 3 ബോക്സ് ഉണ്ട്. നമുക്ക് കറക്റ്റായിട്ട് എല്ലാം അറിയുന്നുള്ളത് ഒരു ബോക്സിൽ. ഓക്കെ, ഇല്ല കുറച്ചേ അറിയുള്ളൂ, ഓർമ്മ കിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നടുവത്തെ ബോക്സിൽ. പിന്നെ ഈ അറ്റത്തെ ബോക്സിലാണെങ്കിൽ ഒട്ടും അറിയില്ല, ഞാനത് കണ്ടിട്ടില്ല, എനിക്ക് ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ ആ ബോക്സിലുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഈ അറ്റത്തെ ബോക്സിലേക്ക് എല്ലാം അറിയും എവിടെ നിന്ന് ചോദിച്ചാലും കിട്ടുന്നുള്ള ഈ ബോക്സിലേക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിച്ചിട്ട് നമ്മുടെ ഈ ബോക്സിലുള്ളത് കൂടും ചെയ്യും, ഈ ബോക്സിലുള്ളത് കുറയുകയും ചെയ്യും. ഒട്ടും അറിയാത്തത് കുറയുകയും ചെയ്യും, എല്ലാം അറിയുന്നത് കൂടും ചെയ്യും. അങ്ങനെ വേണം നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകാൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് PSC തുടക്കക്കാർ ചെയ്യേണ്ട ഒരു കാര്യം. ഇതിലെന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഇനി എന്താ പറയുക, ഞാൻ പറയാൻ കുറേ കാര്യങ്ങൾ വിട്ടു പോയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഞാൻ ഓർമ്മ വരികയാണെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്താ പറയുക, എൻ്റെ ഒരു ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. അവർക്ക് ഡെയിലി ഞാൻ PDF കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത്, ടൈം ടേബിൾ കാര്യങ്ങൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളെങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അവർക്ക് ഞാൻ ഡെയിലി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ടൈം ടേബിൾ, കറണ്ട് അഫയേഴ്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചാനലിൽ ജോയിൻ താല്പര്യമുള്ളവരാണെങ്കിൽ ജോയിൻ ചെയ്യാം. ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റായി കൊടുക്കാം. ഓക്കെ, ഒരു 59 റുപ്പീസേ വരുന്നുള്ളൂ. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലായി പറയാനുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയാവുന്നതാണ്. ടെലിഗ്രാം ചാനൽ വഴി എൻ്റെ അടുത്ത് പറയാം. കാരണം യൂട്യൂബിലിടുന്ന സമയത്ത് എനിക്ക് കോപ്പിറൈറ്റ് കണ്ടൻറ്റൊക്കെ വരികയാണ്. അതായത് എൻ്റെ അടുത്തുള്ള കുറച്ച് സ്റ്റഡി മെറ്റീരിയൽസും കാര്യങ്ങളും ഉണ്ട്, അത് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കി എനിക്ക് കോപ്പിറൈറ്റ് വന്നുകൊണ്ടാണ് എനിക്കും യൂസ് ഉണ്ടാവില്ല, നിങ്ങൾക്കും യൂസ്ഫുൾ ആവില്ല, ചാനൽ അടിച്ചു പോകും. അപ്പോൾ അതിന് വേണ്ടി ടെലിഗ്രാം ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മെമ്പേഴ്സ് ഓൺലി എന്നുള്ള ടെലിഗ്രാം ചാനലാണ്. ഈ യൂട്യൂബ് ചാനൽ ജോയിൻ ചെയ്യുന്നവർക്ക് മാത്രമാണ് ആ ടെലിഗ്രാം ചാനൽ കിട്ടുള്ളൂ. അപ്പോൾ അവർ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അതിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം കേട്ടോ. എന്തെങ്കിലും ചോദിക്കാനോ ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് പിന്നായി കൊടുക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഡെയിലി ടൈം ടേബിൾ എല്ലാവരും അനുസരിച്ച് പഠിക്കുക. ഞാൻ ഹാർഡായിട്ടൊന്നും തരുന്നില്ല. 2 ദിവസം ഇട്ട സമയത്ത് എല്ലാവരും ഹാർഡാണ്, പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ടൈം ടേബിൾ കുറച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് തീർക്കണം. 100 ദിവസത്തെ ടൈം ടേബിളാണ്, നമ്മൾ തീർത്ത് മുന്നോട്ട് പോകും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായി ഇരുന്ന് പഠിക്കാം. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വർക്കൗട്ട് ചെയ്യുക. സിലബസ് നോക്കി മാർക്ക് അനുസരിച്ച് പഠിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ചാ ബൈ ബൈ.